ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ് പറ. ഹലോ ഫ്രണ്ട്സ് പറ. നമ്മൾ ഇക്കൊരു സർപ്രൈസ് വാങ്ങാൻ പോവാണ്. പറയേ. നമ്മൾ ഇക്കുന് സർപ്രൈസ് വാങ്ങാൻ പോവാണ്. പക്ഷെ ഇക്കുന് അറിയില്ല എന്ത് സർപ്രൈസ് ആണെന്ന്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ആദ്യം ഡോക്ടറെ കാണാനാണ് പോകുന്നത്. ഇക്കുന് ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പം ഡോക്ടറെ കണ്ടിട്ട് അവന് ഓണക്കോടി എടുത്തില്ല. അപ്പോൾ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് വേറൊരു സർപ്രൈസ് കൂടെ വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണേ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്നൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇക്കുനുള്ള ഓണക്കോടി എടുക്കാനായിട്ടാണ് കേട്ടോ പോയത്. എന്താണ് ഇത് നമ്മുടെ വണ്ടികള്? സ്പൈഡർ. ഓ മൈ ഗോഡ്, നമ്മുടെ വണ്ടിയിൽ സ്പൈഡർ ഗൈസ്. പേടിച്ചു പോയി ഗൈസ്. പോയി നമ്മുടെ വണ്ടിയിൽ സ്പൈഡർ കയറി. കുച്ചൻ പേടിച്ചു പോയി ഗൈസ്. പറയും ഡോക്ടർ പാപ്പനെ കണ്ടു. ഇങ്ങോട്ട് നോക്കി പറയേ. സ്പൈഡർ വന്നു എന്നല്ലേ. നമ്മൾ എവിടെ പോയി? നമ്മൾ ഡോക്ടർ അപ്പാപ്പനെ കണ്ടു. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്പൈഡർ വന്നു. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങി നമ്മൾ നേരെ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കൂനുള്ള ഡ്രസ്സാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇക്കൂനൊരു ചെറിയ സർപ്രൈസ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇവൻ എന്ത് കിട്ടിയാലും സർപ്രൈസ് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ചോക്ലേറ്റ് ആണെങ്കിൽ പോലും ഇക്കൂന് വലിയ സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളൊരു ബിഗ് സർപ്രൈസാണ് ഇക്കൂന് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം ഇക്കൂനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ പോകും കേട്ടോ. ഇക്കൂന് കുറച്ച് ദിവസമായി കേട്ടോ ഈ ചുമയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒട്ടും കുറവില്ല. ഇച്ചിരി കഫക്കെട്ടൊക്കെ ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ആംബുലൻസ് വരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഇക്കുന് മരുന്നൊക്കെ തന്നു അല്ലേ. കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ റോഡിൽ. ഓണം ഒക്കെ അടുത്തല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നേ. എല്ലാരും അത്തപ്പൂവൊക്കെ ഇട്ടോന്ന് ചോദിക്ക്. എല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തോ? എല്ലാവർക്കും ഹാപ്പി ഓണം പറ. അഡ്വാൻസ് ഹാപ്പി ഓണം പറഞ്ഞു. നമ്മളെവിടെ എത്തി? ഇതാണ് മെഡിക്കൽ കോളേജ്. ഇതെൻ്റെ മെഡിക്കൽ കോളേജ്. ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. ഇത് ഹോസ്പിറ്റലാണ്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റൽ. എന്തിനാ? നല്ല വെയിലുണ്ടല്ലേ. അതെ, ആംബുലൻസ് വരുമ്പോൾ നിർത്തി കൊടുക്കണം. ഡോക്ടർ പാപ്പ ഹാപ്പി ഓണം പറഞ്ഞോ? അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇക്കുനുള്ള ഓണക്കോടിയാണ് നമ്മളിവിടുന്ന് എടുക്കുന്നത്. ഇക്കുന് സ്കൂളൊക്കെ അടച്ചു. ഇനി 8-ാം തീയതി പോയാൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ ഇക്കു വീട്ടിൽ ഓട്ടവും ബഹളവും ഒക്കെയാണ്. മെയിൻ കാരണം അതാണ് കേട്ടോ, ഈ ചുമയൊന്നും കുറയാത്തത്. പിള്ളേർ പിന്നെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അവർ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമയും ഒക്കെ കുറയാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പം ഇത്തവണ അവൻ്റെ ജലദോഷം എനിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സൗണ്ടൊക്കെ ഇച്ചിരി അടഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇക്കുന് വേറെ സർപ്രൈസ്, ഓണക്കോടി.
അപ്പോൾ പതിവ് പോലെ തന്നെ എവിടെ ചെന്നാലും പിള്ളേർക്ക് ഡ്രസ്സിലൊന്നും അല്ലല്ലോ ശ്രദ്ധ, അവിടെയുള്ള ടോയ്സിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ചാടി കയറി ടോയ്സിലൊക്കെയാണ് പിടിച്ചത്. ഇത്തവണത്തെ ഓണക്കോടി ചേട്ടൻ തന്നെ സെലക്ട് ചെയ്യും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എല്ലാ തവണയും ഞാനാണ് സെലക്ട് ചെയ്യുന്നത്, ചേട്ടനെ സെലക്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പരാതികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ എന്നാൽ എടുത്തോട്ടെ. എന്നാലും എന്നോട് അഭിപ്രായം ചോദിക്കും കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് എടുക്കും എന്ന് പറഞ്ഞാലും ചോദിക്കും. എല്ലാ തവണ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം ചോദിക്കാതിരുന്നാലല്ലേ എനിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ചേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ എടുത്തത്. രണ്ടുപേരുടെയും ഇഷ്ടം നോക്കി തന്നെയാണ് എപ്പോഴും എടുക്കാറ്. കാണിക്കുന്ന കണ്ടോ? അപ്പോൾ ഇക്കുവിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ട്രൈ ചെയ്തൊക്കെ നോക്കി, എല്ലാം പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ഇക്കുവിനുള്ള ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് കേട്ടോ പോകുന്നത്. വാങ്ങാൻ പോകുന്നു. ഇതാണ് നമ്മുടെ സർപ്രൈസ് കട. ഇത് ഇവിടെ സർപ്രൈസ് ഉണ്ടോന്ന് ഗൈസ്, നമ്മൾ എന്താ വാങ്ങാൻ പോകുന്നേ? അപ്പോൾ ഇക്കുവിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇക്കുവിന് നമ്മൾ സൈക്കിൾ വാങ്ങാനായിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ അവൻ പ്രതീക്ഷിച്ചത് ജീപ്പാണ് കേട്ടോ. പക്ഷെ ആ ജീപ്പ് വാങ്ങിയിട്ട് വലിയ ഉപയോഗമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കുറച്ച് നാൾ ഉള്ളൊരു ക്യൂരിയോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ യൂസ് ഇല്ലാതാവും. മാത്രമല്ല സൈക്കിൾ ചവിട്ടാനായിട്ട് അവൻ അറിയില്ല. അപ്പോൾ അവൻ ചവിട്ടി പഠിക്കാനും ആ ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെടുക്കുന്നില്ല പിന്നെ നമ്മൾ അതല്ല നോക്കുന്നത്, നമ്മൾ സൈക്കിളാണ് നോക്കുന്നത്. പൊട്ടിക്കരുത്, പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ ചാടിപ്പോയി അവൻ ആ ജീപ്പിലാണ് പിടിച്ചത്. പക്ഷെ നമ്മളത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഏതാണ്ട് ഒരു മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പിന്നെ അവൻ ഓക്കെ സൈക്കിൾ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സംഭവം അവന് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് നമ്മൾ സർപ്രൈസ് ആയി എന്നുള്ള രീതിയായി കേട്ടോ. അപ്പോൾ അവന് സൈക്കിളിനോട് വലിയ താല്പര്യമില്ല, അവന് ഈ ജീപ്പ് മതി എന്നുള്ളൊരു ഒറ്റ മൈൻഡായി പോയി കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നീട് പറഞ്ഞപ്പോൾ അവന് ഓക്കെ ആയി. നമ്മൾ സൈക്കിൾ തന്നെയാണ് കേട്ടോ എടുത്തത്. എന്നാലും അവൻ അതിൽ നിന്നൊരു പിടി വിടുന്നുണ്ടായിരുന്നില്ല. ആകെ അതൊരു ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളേ ആ ഒരു ജീപ്പ്. അപ്പം അത് തന്നെയായിരുന്നു അവൻ്റെ കണ്ണ് മൊത്തം അതിലായിരുന്നു. കേറി ഇരുന്നേ. കാല് പൊക്കി കേറിക്കേ. പൊക്കിക്കോ. ചവിട്ടിപ്പോട്ടെ. സൈക്കിളിലൊക്കെ കയറിയിരുന്ന് കുറച്ച് ചവിട്ടിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ജീപ്പിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവന് ചവിട്ടാൻ ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ ചവിട്ടാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് ചവിട്ടിയിട്ട് പിന്നെ അവൻ റിവേഴ്സിലേക്കാണ് കേട്ടോ ചവിട്ടുന്നത്. സംഭവം അറിയത്തില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഇപ്പോൾ നന്നായിട്ട് ചവിട്ടി തുടങ്ങി കേട്ടോ. ഫസ്റ്റ് കൊണ്ടുവന്ന ഒരു 2-3 ദിവസം പാടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ പിന്നീട് അവന് ഇതിൻ്റെ ബെല്ലൊക്കെ വയ്ക്കണമല്ലോ, ബെല്ല് പിന്നെ മിററൊക്കെ അഡീഷണലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അവനിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യുന്നത്, അവൻ്റെ സൈക്കിളിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ബെല്ല് വെച്ചല്ലോ, ബെല്ലടിച്ചു പോണേ. എവിടെ പോവും സൈക്കിളിൽ? ബെല്ലടിച്ചു നോക്ക് പോയി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ?
ടയറിൽ നമ്മൾ കാറ്റൊക്കെ അടിച്ചു. അപ്പം എല്ലാ ഫിറ്റിങ്സും ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്ത് വേണോ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ഹെൽമെറ്റ് ആയാലും നമ്മൾ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വെക്കില്ലേ, ആ ഒരു സ്റ്റാൻഡ്, അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ മിററും പിന്നെ ഈ ഒരു ബെല്ല് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ണാടിയൊക്കെ വച്ചു. സൈക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോപ്പിങ്ങും ഹോസ്പിറ്റൽ ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ബൈ. സർപ്രൈസാ